ഹായ് ഹലോ, ഇന്ന് വൻപയർക്കായ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 2 കായയും എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാം. കറ കളയാനായിട്ട് വെള്ളത്തിലേക്ക് 1/2 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടിരുന്ന് പിന്നെ കഴുകിയെടുത്താൽ മതിയാവും. വൻപയർ കുതിർന്നതിന് ശേഷം നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. പയർ വേവുമ്പോഴേക്കും ഏത്തക്കായും കൂടി വേവിച്ചെടുക്കാം. അത് കഴുകി വാരി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നിളക്കി വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ ഏത്തക്കായ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി. അപ്പോഴേക്കും പയറും വിസിൽ വന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് 1 മുറി നാളികേരം തിരികെടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് 8 വെളുത്തുള്ളി അല്ലി ഇട്ടു. 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ മുളക് പൊടി ഇവയൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴേക്കും പയർ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഇനി അതിലേക്ക് അരപ്പും കൂടി ചേർക്കാം. അരപ്പൊന്ന് വേവിച്ചെടുക്കണം. ഏത്തക്കായ വേവിച്ചപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ്. പയറിന് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ അരപ്പിലേക്ക് പയറിന് വേണ്ട 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് അരപ്പൊന്ന് വേവിച്ചെടുക്കണം ശരിക്കും. അരപ്പെല്ലാം വെന്തതിന് ശേഷം അതിലേക്ക് പയറിട്ട് കൊടുക്കാം. പയർ വേവിച്ചതിട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയും ഏത്തക്കായയും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പയറും ഏത്തക്കായും വെന്തതാണ്, പക്ഷേ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ് അടച്ചു വെച്ചത്. അങ്ങനെ പയർ ഏത്തക്കായ തോരൻ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്.
ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ വൻപയർ കായ തോരൻ റെഡിയായി. ഇത് ചോറിനോടൊപ്പമോ തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.